കഥകളി പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നമസ്കാരം. ഉത്സവ് 08ൻ്റെ ഭാഗമായി കല്യാണ സൗന്ദര്യം കഥയാണ് ഇന്ന് നാം അരങ്ങിൽ കാണുന്നത്. കോട്ടയത്ത് തമ്പുരാൻ്റെ 4 കഥകളിൽ ഒന്നാണ് കല്യാണ സൗന്ദര്യം. മറ്റെല്ലാ കഥകളും പോലെ തന്നെ പാണ്ഡവരുടെ വനവാസ ജീവിതത്തെ ആധാരമാക്കി ആ വനവാസ ജീവിതത്തെ ഇതിവൃത്തമായി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് കല്യാണ സൗന്ദര്യം കഥയും രചിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യ രംഗം ഒരു പ്രണയരംഗമാണ്. കാമിജനാനുകൂലമായ ഒരു അന്തരീക്ഷത്തിൽ വായു ഭഗവാന്റെ വാത്സല്യത്തോടെ ഭീമസേനൻ പാഞ്ചാലിയോട് പറയുന്ന വാക്കുകളാണ് പാഞ്ചാല രാജതനയെ എന്നാരംഭിക്കുന്ന പതിഞ്ഞ കാലപ്രമാണത്തിലുള്ള ശങ്കരാഭരണ രാഗത്തിലുള്ള പദം. കോട്ടയത്തമ്പുരാന്റെ കൃതികളിൽ ഓരോ പതിഞ്ഞ പദവും വ്യാകരണപരമായി ഓരോ സവിശേഷതകൾ ആവഹിക്കുന്ന പദങ്ങളാണ്. അതേപോലെ തന്നെ ഈ പാഞ്ചാലരാജ തനികെ എന്ന പതിഞ്ഞ പദവും മറ്റെല്ലാ പതിഞ്ഞ പദങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒട്ടനവധി വ്യാകരണപരമായ ഘടനാപരമായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ്. ആദ്യ പല്ലവി സംബോധനയാണ്. പാഞ്ചാല രാജാവിൻ്റെ പുത്രി പങ്കജേക്ഷനെ, കാമദേവന് നിലയമായിട്ടുള്ളവളെ. തുടർന്ന് കാമിജനാനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ആ വായുവിനെ സ്തുതിക്കുന്ന വാക്കുകളാണ് കേൾക്കുന്നത്. പൂഞ്ചോല തോറും നടന്ന് പൂമണം മെല്ലെ നുകർന്ന് ചാഞ്ചാടി മോദം കലർന്ന് ഒരു ഇളം കാറ്റിതാ വരുന്നു. എല്ലാ പൂന്തോട്ടങ്ങളോട് സഞ്ചരിച്ച് അതിൻ്റെ സൗരഭ്യവും കുളിർമയും മന്ദതയുമുള്ള 3 ഗുണങ്ങളോട് കൂടിയ കാറ്റ് ഇതാ വരുന്നു എന്നാണ് പതിഞ്ഞ കാലപ്രമാണത്തിൽ വളരെ വ്യാഖ്യാനിച്ച് വിസ്തരിച്ച് അഭിനയിക്കുന്നത്. അതിനെ തുടർന്ന് ഒരു പതിഞ്ഞ ഇരട്ടിയാണ്. ആ ഇരട്ടിയിലൂടെയാണ് അടുത്തുള്ള ശിലാതലത്തിലേക്ക് പ്രണയകേളികൾക്കായി ഭീമസേനൻ പാഞ്ചാലിയെ ക്ഷണിക്കുന്നത്. കിഞ്ചനരെന്തും അനാകുലമായ ഈ ശിലാതലത്തിലേക്ക് നീ വരിക. ആ ശിലാതലത്തിൻ്റെ അല്പനേരം വിശ്രമിക്കാൻ, കളിക്കാനും ദുഃഖം നൽകാത്തതായ, സന്തോഷം നൽകുന്നതായ ഈ ശിലാതലത്തിലേക്ക് അല്ലയോ പാഞ്ചാലി നീ വരിക. ആ ശിലാതലത്തിൻ്റെ വിശേഷണങ്ങളാണ് അതിനു മുമ്പുള്ള വരികളൊക്കെ തന്നെ. പഞ്ചമകൂജിതമായ സുഗോകിലങ്ങൾ കൊണ്ട്, കുയിലിൻ്റെ പാട്ടുകൊണ്ട് മനോഹരമാണ് ആ ശിലാതലം. അതേപോലെ നിൻ ചലലോചന നിർജിത മധുരിമ സഞ്ചിത ഭയ ചലതഞ്ചിത കമലെ, അങ്ങനെയാണ് അവസാനത്തെ ചരണം. നിന്റെ ഇളകുന്ന കണ്ണുകൾ കൊണ്ട് ജയിച്ചു നീ മാൻപേടകളുടെ കണ്ണുകളെ. അങ്ങനെയുള്ള മാൻപേടോട് കൂടിയതാണ് ഈ ശിലാതലം. ആ ശിലാതലത്തേക്ക് അല്ലയോ പാഞ്ചാലി നീ വരിക. അല്പം ദീർഘമായ താളവട്ടങ്ങളോട് നിർവഹിക്കപ്പെടുന്ന ഇരട്ടിയോട് കൂടിയ ഈ പതിഞ്ഞ പദത്തിന് ശേഷം വാത്സല്യത്തോടെ വായു ഭഗവാൻ അവിടെ ഒരു പുഷ്പം കൊണ്ട് ഇടുന്നു. ആ പുഷ്പം കയ്യിലെടുത്ത് പാഞ്ചാലി അതിൻ്റെ സൗരഭ്യം നുകർന്നുകൊണ്ട് അത് ഭീമസേനെ ഏൽപ്പിച്ച് പറയുന്ന വാക്കുകളാണ് എൻ കണവാ കണ്ടാലും, അല്ലയോ ഭർത്താവെ എൻ്റെ കയ്യിലുള്ള ഈ പുഷ്പത്തെ അങ്ങ് കാണുക. ഇതുപോലുള്ള പുഷ്പങ്ങൾ ഇനിയും ലഭിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നു. തൻ്റെ ആഗ്രഹം ഭർത്താക്കന്മാരോടല്ലാതെ കുലവധുക്കൾ മറ്റാരോടും പറയാറില്ലല്ലോ എന്നെല്ലാമുള്ള ആ പുഷ്പം ലഭിക്കാനുള്ള, അതുപോലുള്ള പുഷ്പങ്ങൾ ഇനിയും ലഭിക്കാനുള്ള പാഞ്ചാലിയുടെ ആഗ്രഹമാണ് മുഖാരി രാഗത്തിൽ പാടി വരുന്ന എൻ കണവാ കണ്ടാലും എന്ന പദത്തിൻ്റെ ആശയം. തുടർന്ന് ഭീമസേനൻ മാഞ്ചേൽ മിഴിയാളെ, അല്ലയോ മാനിനെ പോലെ ഇളകുന്ന മനോഹരമായ കണ്ണോട് കൂടിയവളെ, നിന്നാൽ വാഞ്ചിതങ്ങളായ, നീ ആഗ്രഹിക്കുന്നതായ ഈ സൗഗന്ധ്യ പുഷ്പങ്ങൾ എത്ര ക്ലേശിച്ചിട്ടാണെങ്കിലും, അത് ശക്രലോകത്താണെങ്കിലും ഇന്ദ്രപുരിയിലാണെങ്കിലും ഇനി പർവ്വതത്തിൻ്റെ മുകളിലാണെങ്കിലും എത്ര ദുർഘടമായ സ്ഥലത്താണെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരാം എന്നറിയിക്കുന്നതാണ് തുടർന്നുള്ള പദം. അതിൻ്റെയും അതേ ആവിഷ്കാര രീതിക്ക് ഒട്ടനവധി സൗന്ദര്യങ്ങളുണ്ട്. ആ ഉന്നതമായ പർവ്വതത്തിന് മുകളിലാണെങ്കിലും ചക്രലോകത്താണെങ്കിലും വിക്രമേണ ഞാൻ സാധിക്കും എന്ന് അഭിനയിക്കുന്ന ആ വീര എന്ന രസത്തിന് അനുഗുണമായ ഭാവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അവതരിപ്പിക്കുന്ന രീതിയിലാണ് മനോഹാരിത. അതിനെ തുടർന്ന് ഹ്രസ്വമായൊരാട്ടമുണ്ട്. കവിവാക്യത്തിലുള്ള 1-2 ആശയങ്ങളെ തന്നെ വീണ്ടും ആവിഷ്കരിക്കുകയാണ് ആ ആട്ടത്തിലൂടെ ചെയ്യുന്നത്. പാഞ്ചാലി ചോദിക്കും, അങ്ങ് പോകുന്ന വഴിക്ക് സഹായമായി ആരാണുള്ളത്? ഈ ഗത എൻ്റെ കയ്യിലുള്ളപ്പോൾ എനിക്ക് എന്തിനാണ് മറ്റൊരു സഹായം എന്ന് ഭീമസേനൻ പ്രതിവചിക്കുന്നു. തുടർന്ന് യാത്രാമധ്യേ അങ്ങയ്ക്ക് വിശപ്പും ദാഹവും ഉണ്ടാവുകയാണെങ്കിൽ അങ്ങ് എന്താണ് ചെയ്യുക എന്ന് മറുപടിയായി പറയും. ശാതോദരി ചടുലചാരു കടാക്ഷപാതപാഥേയം എന്ന കവിവാക്യത്തെ അവലംബിച്ചുകൊണ്ട് തന്നെ ഇളകിക്കൊണ്ടിരിക്കുന്ന നിന്റെ മനോഹരമായ കണ്ണുകൊണ്ടുള്ള ലജ്ജാവനമ്രമുഖിയായ നിന്റെ ആ കടാക്ഷം മനസ്സിലുള്ളപ്പോൾ എനിക്ക് എന്താണ് വിശപ്പ്? നിന്റെ ആ നോട്ടം മനസ്സിലുള്ളപ്പോൾ എനിക്ക് വിശപ്പും ദാഹവും തോന്നുകയില്ല എന്ന് ഭീമസേനൻ പ്രതിവചിക്കുന്നു. ഭാര്യയെ യാത്രയാക്കിക്കൊണ്ട് വനത്തിലേക്കുള്ള യാത്രയാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. ഒരു വനവർണ്ണന ഇവിടെ പദമുണ്ട്. 2 പ്രധാന ആശയങ്ങൾ പൊതുവെ സൗഗന്ധ്യത്തിലെ വനവർണ്ണനയുടെ ഭാഗമായി ഉൾച്ചേർക്കാറുള്ളതാണ്. അതിലൊന്ന് ഗന്ധമാദന പർവ്വതത്തിൻ്റെ വർണ്ണനയാണ്. കടൽ സമ്പ്രദായത്തിന് വ്യത്യസ്തമായി
കുറെ കൂടി കാവ്യാത്മകമായ രീതിയിലാണ് ഗോപിയാശാൻ ആ ഗന്ധമാദന പർവ്വതത്തെ വർണ്ണിക്കാറുള്ളത്. മേഘങ്ങൾ വെഞ്ചാമരം പോലെ തോന്നിക്കുന്നു. അതുപോലെ ആ മലയുടെ വശങ്ങളിലൂടെ ഒഴുകി വരുന്ന ചെറിയ അരുവികൾ ഈ മഹാപർവ്വതത്തെ രാജാവിൻ്റെ ശരീരത്തിലണിഞ്ഞ മാലകളായി തോന്നുന്നു. അങ്ങനെ ഈ പർവ്വതം ആകെ ഒരു പർവ്വത രാജാവാണ് എന്ന അർത്ഥം വരുന്ന കാവ്യാത്മകമായ ചില ആശയങ്ങളാണ് ഗന്ധമാദന പർവ്വതത്തെ വർണ്ണിക്കുന്നതിൻ്റെ ഭാഗമായി ഗോപിയാശാൻ അരങ്ങിലാടാറുള്ളത്. തുറന്നു കാണുന്നത് അജഗര കപടിതം എന്നൊരാട്ടമാണ്. മതിച്ചു നിൽക്കുന്ന ഒരു ആന, ആനയുടെ സമീപത്തേക്ക് ഒരു പാമ്പ് കടന്നു വരുന്നു. പാമ്പ് ആനയുടെ കാൽ പിടികൂടി ആനയും പാമ്പും തമ്മിലുള്ള മൽപ്പിടുത്തം. ആന ക്ഷീണിക്കുന്നതിനിടയിൽ വിശന്നു പുരിഞ്ഞ ഒരു സിംഹം വന്ന് ആനയെ അടിച്ചു കൊല്ലുന്നു, ചോര കുടിച്ച് ഓടിപ്പോവുകയും ചെയ്യുന്നു. ഈ ആശയം നടന്റെ അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ വീരമെന്ന ഭാവത്തെ തദനുഗുണമായ രംഗചലനങ്ങളെ കൊണ്ട് പൊലിപ്പിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കണം പണ്ട് മുതലേ ആരെങ്കിലും ആവിഷ്കരിച്ചു വരുന്നത്. ഈ പാമ്പും ആനയും സിംഹവും കഥാപ്രകൃതത്തിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത ഘടകങ്ങളാണെങ്കിൽ പോലും ഈ സിംഹത്തിന്റെയും ആനയുടെയും പാമ്പിന്റെയും വീരോചിതമായ ചലനങ്ങളുടെ ആ ദൃശ്യ സൗന്ദര്യം കൊണ്ട് ഈ കഥാപാത്ര പ്രകൃതിയുടെ ആ വീരം എന്ന ഭാവത്തെ കൃത്യമായി ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ആട്ടത്തിന്റെ ഒരു നേട്ടം. തുടർന്ന് വനയാത്രക്കിടയിൽ സിംഹങ്ങളെ പരസ്പരം മുഖത്തൊരച്ച് വലിച്ചെറിയുന്നത് പോലെ, വൃക്ഷങ്ങൾ തല്ലിത്തകർത്ത് ആ കാട് ഇളക്കി മറിച്ച് യാത്ര ചെയ്യുന്നത് പോലെ ആ കഥാപാത്രത്തിന്റെ വീരോചിതമായ പ്രവൃത്തികൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ദൃശ്യവൽക്കരിച്ചുകൊണ്ടാണ് ആ വനയാത്ര പൂർത്തിയാക്കുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹനുമാനെയാണ്. ഈ കഥയിൽ മാത്രം ഹനുമാൻ തിരനോക്കില്ലാതെയാണ് പ്രവേശിക്കുന്നത്. തപസ്സിന് ഭംഗം പറ്റുന്നു. എന്താണ് കാരണമെന്ന് അന്വേഷിക്കുന്നു. ലോകനാശകാലം സംഭവിച്ചുവോ തുടങ്ങിയ ആട്ടം. അവിടെ രാമൂർത്തിനാശാൻ ഹനുമാന്റെ അട്ടത്തിന് ഒരു സവിശേഷതയുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകവുമായി ബന്ധപ്പെട്ട പൂർവ്വകഥ സ്മരിച്ചുകൊണ്ട് ആ സമയത്ത് പട്ടാഭിഷേക സമയത്ത് ഓരോ വാനരന്മാരെ വിളിച്ച് ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്നതും, അങ്ങനെ ഹനുമാനെ അടുത്ത് വിളിച്ച് നിനക്കെന്താണ് സമ്മാനം വേണ്ടത്, അതിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നതും, എപ്പോഴും അചഞ്ചലമായ അങ്ങയുടെ ഭക്തി എൻ്റെ മനസ്സിലുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നതും, അത് ഉണ്ടാവട്ടെ എന്ന് ശ്രീരാമൻ അനുഗ്രഹിക്കുന്നതും, അങ്ങനെയുള്ള ആ കഥ ഒന്ന് സ്മരിക്കാറുണ്ട്. അങ്ങനെ ഇളകാത്ത മനസ്സോടുകൂടി ശ്രീരാമസ്വാമിയെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിൽ ഇപ്രകാരം ഇളക്കം സംഭവിക്കാനുള്ള കാരണം എന്ത്? പർവ്വതങ്ങൾ കൂട്ടിമുട്ടുകയാണോ എന്ന സാധാരണയിലുള്ള വനവർണ്ണനയ്ക്ക് പുറമെ ഈ ഒരു ആട്ടം ഭീമസേനം വരുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. ദൂരെ ഒരു ശോഭ കാണുന്നു, സ്വർണ്ണ ശരീരത്തോടു കൂടിയ രൂപം കാണുന്നു. അതാരാണ് എന്ന് ആലോചിക്കുന്നു. നാലാമരട്ടി എടുത്ത് പദം ആരംഭിക്കുന്നു. ആരിഹ വരുന്നത്, ഇവൻ ആരും എതിരില്ലയോ. മധ്യമാവധി രാഗത്തിൽ വളരെ മനോഹരമായൊരു പദമാണത്. അതിനകത്ത് രണ്ട് ചരണങ്ങൾ വിസ്തരിച്ച് അഭിനയിക്കാറുള്ളതാണ്. ഖേദേന കേസരികൾ. സിംഹങ്ങൾ ഓരോരുത്തരും ഏറ്റവും പേടിയോടുകൂടി വലിയ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നു. അതേപോലെ മാതംഗയൂഥം, ആനകൾ അഭിമാനമെല്ലാം വെടിഞ്ഞ് പേടിച്ചോടിപ്പോകുന്നു. മനസ്സി മമ കിമപി, മമത പെരുകുന്നു ഇവനിൽ. എൻ്റെ മനസ്സിലെവിടെയോ ഇവനോടൊരു വാത്സല്യം തോന്നുന്നു. ഇവൻ ആരാണ്? ഇവൻ എൻ്റെ അനുജനാണല്ലോ എന്ന് തിരിച്ചറിയുന്നു. എൻ്റെ തത്വം ഇവൻ അറിയിക്കുകയും അവൻ്റെ ബലം പരീക്ഷിക്കുകയും വേണം എന്ന് തീരുമാനിക്കുന്നു. അതിനെന്താണ് ഉപായം എന്ന് ആലോചിച്ച് ഒരു വൃദ്ധവാനര വേഷം ധരിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ വൃദ്ധവാനരനായി രൂപം മാറുന്നത് അരങ്ങിൽ തന്നെ അവതരിപ്പിക്കാറുള്ളതാണ്. വൃദ്ധവാനരനായി രൂപാന്തരപ്പെട്ട് വെച്ച് വയസ്സനായ ഒരു കുരങ്ങൻ വഴിയരികിലേക്ക് മാറിക്കിടക്കുകയും ചെയ്യും. അവിടെയാണ് നേരത്തെ രംഗത്ത് ഭീമസേനൻ നിഷ്ക്രമിച്ചതുപോലെ തന്നെ മരങ്ങൾ ഓരോന്ന് തല്ലി തകർത്ത് ഗതാധാരിയായ ഭീമസേനൻ പ്രവേശിച്ച് മാർഗതടസ്സമായി കിടക്കുന്നത് ആര് എന്ന് ചിന്തിക്കുന്നു. അതൊരു വാനരനാണ് എന്ന് മനസ്സിലാക്കുന്നു. വഴിയിൽ നിന്ന് വൈകാതെ എന്നൊരു പദമുണ്ട്. ധാരാളം കലാശങ്ങളും അടക്കം തോങ്കാരം തുടങ്ങിയിട്ടുള്ള നൃത്തവിശേഷങ്ങളും സമൃദ്ധമായി ഉൾച്ചേർത്തുകൊണ്ടാണ് ആ പദത്തിന്റെ ആവിഷ്കാരം. കഥാപാത്രത്തിന്റെ ആ വീരപ്രകൃതിയെ കൃത്യമായി ജ്വലിപ്പിച്ചുകൊണ്ടാണ് ആ പദം ആവിഷ്കരിക്കുന്നത്. പോകായിയിൽ നിന്നെ ഏറ്റവും കോപത്തോടു കൂടി അടിച്ചു ദൂരെ കളയും എന്നെല്ലാമുള്ള ആ വീരവാദ സ്വഭാവമുള്ള പദങ്ങളാണ് ഭീമസേനന്റെ പദത്തിൽ അന്തർഭവിച്ചിട്ടുള്ളത്. തുടർന്ന് ഭീമസേനനും ഹനുമാനും തമ്മിലുള്ള സംഭാഷണങ്ങൾ ഏറെ കവി രചിച്ചിട്ടുണ്ടെങ്കിലും ഈ കിടന്നുകൊണ്ടുള്ള ഹനുമാന്റെ പദങ്ങൾക്ക് ദൃശ്യപരമായ സൗന്ദര്യം കുറയുമെന്നതുകൊണ്ടാകാം പലതും പ്രായേണ ആരെങ്കിലും അവതരിപ്പിക്കാറില്ല. തുടർന്ന് ഗത കൊണ്ട് വാല് മാറ്റാൻ ശ്രമിക്കുന്നു. ബാലാഗ്രമസ്യമപി ചാലയിതും ചലിപ്പിക്കാൻ അശക്തനായി തീർന്ന ഭീമസേനൻ തടർന്ന് വീഴുന്നു. അങ്ങ് ആരാണ് എന്ന് ചോദിക്കുന്നു. ഒരു കുരങ്ങനല്ല എന്നെനിക്ക് മനസ്സിലായി, അങ്ങ് ഏത് ദേവനാണ് എന്ന് ചോദിക്കുന്നു. തുടർന്ന് ഹനുമാൻ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്തുകയാണ്. അങ്ങയുടെ സഹോദരനായ ഭീമസേനാണ് ഞാൻ. ജലധി കടന്ന് ലങ്കയിൽ ചെന്ന്
ലങ്കയെ ദഹിപ്പിച്ചത് ഞാൻ തന്നെയാണ് എന്നറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അഗ്രജ, അങ്ങ് ആ ജലധി തരണം ചെയ്ത, സമുദ്രം ചാടിക്കടന്ന ആ ദിവ്യരൂപം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പറയും, ആയാസമുണ്ടാക്കാനായി ആവോളം ചുരുക്കി ഞാൻ നിനക്ക് കാണിച്ചു തരാം, അങ്ങനെയാണെങ്കിൽ എൻ്റെ ദേഹം കണ്ടാലും എന്ന് പറഞ്ഞ് ഹനുമാൻ സ്വന്തം രൂപം ഭീമസേനന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. ഭീമസേനൻ മോഹാലസ്യപ്പെട്ട് ഹനുമാന്റെ കാൽക്കൽ വീഴുകയും ചെയ്യുന്നു. ഒട്ടും തന്നെ ഭീതി ഉള്ളിലരുത് എന്ന് ഹനുമാൻ ഭീമസേനെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് നീ ആഗ്രഹിക്കുന്ന സൗഗന്ധ്യ പുഷ്പം അന്വേഷിച്ചു കൊണ്ടുവരാനായി യാത്രയാക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ ഭീമസേനൻ വീണ്ടും പറയുന്നു, കൗരവന്മാരുമായി മഹാസങ്കരം, മഹായുദ്ധം ആസന്നമായിരിക്കുകയാണ്. അന്ന് ഞങ്ങളുടെ പക്ഷത്ത് ചേർന്ന് ശത്രുക്കളെ സംഹരിക്കാൻ അങ്ങ് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ശതമന്യു തനയന്റെ കേതനത്തിൽ ഇന്ദ്രപുത്രനായ അർജുനന്റെ കൊടിയടയാളമായി വന്ന് ഭീഷണ ശബ്ദം കൊണ്ട് ശത്രുക്കളെ സംഹരിക്കാൻ സഹായിക്കാം എന്ന് വാക്കുകൾ നൽകുന്നു. എന്നിട്ട് ഭീമസേനെ യാത്രയാക്കുന്നതിനിടയിലാണ് ഗത കയ്യിലില്ല എന്ന് ഭീമസേന ഓർക്കുന്നത്. ഒരു ആട്ടം, അല്പം നർമ്മ രീതിയിൽ ഭീമസേനും ഹനുമാനും തമ്മിലുള്ള ഒരു നർമ്മഭാഷണ രീതിയിലാണ് അവിടെ ഒരു മനോധർമ്മ ആട്ടം നിർവഹിക്കാറുള്ളത്. ആ ഗത തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. ഗത തിരിച്ചു കൊടുത്ത് അനുഗ്രഹിച്ച് സഹോദരന്മാർ ആ സമാഗമത്തിൻ്റെ ആ സുഖം ആസ്വദിച്ച് വേർപിരിയാനുള്ള ദുഃഖം അനുഭവിപ്പിച്ചുകൊണ്ട് വേർപിരിയുന്നതോടെ സൗഗന്ധികം കഥ പൂർത്തിയാവുകയും ചെയ്യും. नित्यमुपास्महे
மங்களம்
Yeah.